പ്രിയപ്പെട്ട സ്പോർട്സ് പിച്ച് പ്രേക്ഷകരെ, സഞ്ജു സാംസണിനെ കുറിച്ച് എത്രത്തോളം പറഞ്ഞാലും, വാതോരാതെ എത്രത്തോളം പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അത്രത്തോളം നമ്മുടെ പ്രിയപ്പെട്ടവനാണ് സഞ്ജു സാംസൺ. നമ്മുടെ സ്വത്താണ്, മുത്താണ് സഞ്ജു സാംസൺ. കഴിഞ്ഞ ദിവസത്തെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഇന്നിങ്സ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് തന്നെ ചർച്ചയായിരിക്കുകയാണ്. എത്രയധികം മികവോടുകൂടിയാണ് സഞ്ജു അത് കളിച്ചത്. അങ്ങനെ ഇന്ത്യയിൽ തന്നെ ടോട്ടൽ എടുത്താൽ ഒരു 5 ബാറ്റ്സ്മാൻമാർ മാത്രമേ ഇത്തരത്തിൽ കളിക്കുകയുള്ളൂ. വിരാട് കോഹ്ലി ആയിക്കോട്ടെ, മഹേന്ദ്ര സിംഗ് ധോണി ആയിക്കോട്ടെ, രോഹിത് ശർമ്മ ആയിക്കോട്ടെ, സച്ചിൻ ടെണ്ടുൽക്കർ ആയിക്കോട്ടെ, പിന്നീട് സഞ്ജു സാംസൺ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത്തരത്തിലൊരു മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ് പഠിക്കാനും, അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റർ എങ്ങനെ ഇതുപോലൊരു ഇന്നിങ്സ് അല്ലെങ്കിൽ ഇതുപോലൊരു ടോട്ടൽ വരുമ്പോൾ കളിക്കണമെന്നും മാതൃകാപരമായ ഇന്നിങ്സ് ആണ് സഞ്ജു സാംസണിന്റെ ബാറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നിയത് പഴയ സഞ്ജു സാംസൺ അല്ല ഇപ്പോ. ബിലാൽ പഴയ ബിലാൽ തന്നെ എന്നൊക്കെ പറയുന്ന സിനിമാ ഡയലോഗ് പോലെ അല്ല കാര്യങ്ങൾ. സഞ്ജു സാംസൺ ഒരു പുതിയ സഞ്ജു സാംസണിനെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. വേൾഡ് കപ്പിന് ശേഷം വേൾഡ് കപ്പ് നമുക്ക് നേടിത്തന്ന സഞ്ജു സാംസണിനെ ഒരു കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റ് മറക്കില്ല. വേൾഡ് കപ്പ് താരമായ സഞ്ജു സാംസൺ ആ വേൾഡ് കപ്പ് മുതൽ ഒരു പുതിയ 2.0, ഒരു പുതിയ അവതാര പിറവിയാണ് എടുത്തിരിക്കുന്നത്. അതെ, സഞ്ജു സാംസൺ ഒരു പുതിയ അവതാര പിറവി എടുത്തിരിക്കുകയാണ്. തൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞ സഞ്ജു തൻ്റെ കർമ്മം കൃത്യമായി ചെയ്യുന്ന കാഴ്ച, ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി കാലം കരുതി വെച്ച ഒരു അവതാരമായി സഞ്ജു മാറുന്ന കാഴ്ച. ഇപ്പോൾ ഇതാ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു പ്രമുഖ മുഖമായിരുന്ന എസ് ബദ്രിനാഥ്, സുബ്രഹ്മണ്യം ബദ്രിനാഥ് എന്ന ക്രിക്കറ്റർ, അദ്ദേഹം ഇപ്പോൾ IPL-ലും മറ്റും റോയൽ ചലഞ്ചേഴ്സിന്റെ കോച്ചിങ് ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ ക്രിക്കറ്റ് അനാലിസിസുകളിലും ആഫ്റ്റർ മാച്ച് പ്രസന്റേഷനിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം സഞ്ജു സാംസണിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. സഞ്ജു സാംസൺ പ്ലസ് റൺസ് = CSK വിൻ. അതായത് സഞ്ജു സാംസണും റൺസും ചേർന്നാൽ ചെന്നൈക്ക് വിജയം എന്നുള്ള ഒരു ഇക്വേഷൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. സഞ്ജു അടിച്ച കളികളിലൊന്നും ചെന്നൈ തോറ്റിട്ടില്ല. ആകെ 5 ജയങ്ങളാണ് ചെന്നൈക്ക് ഇതുവരെ നേടാനായത്. അതിൽ 3 കളികളിൽ സഞ്ജു മാൻ ഓഫ് ദ മാച്ച് ആണ്. 2 സെഞ്ചുറി, ഇപ്പോൾ സെഞ്ചുറിക്ക് തുല്യമായ ഒരു 87 റൺസ്. മറ്റൊരു കളിയിൽ 48 റൺസ് അടിച്ച ടീമിന്റെ ഹൈ സ്കോർ. ആ കളിയും ചെന്നൈ ജയിച്ചു. സഞ്ജു അടിച്ചാൽ ചെന്നൈ ജയിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സിംഗിൾ ഹാൻഡഡ് ആയിട്ട് തുടക്കം മുതൽ ഫിനിഷിംഗ് വരെ, അതായത് ഓപ്പണറായും മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായും